അതെങ്ങനെയുണ്ടായിരുന്നു? തുടരും എൻ ടൈറ്റിൽ കാർഡ് വെച്ച് തന്നെ പറയാം. മോഹൻലാൽ തുടരും. അടിപൊളി മൂവിയാണ്, പ്രത്യേകിച്ചൊന്നും പറയില്ല. അതായത് നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് ഓഫ് ചെയ്യുക, പോയി തിയേറ്ററിൽ എടുക്കാം. കുറെ ആൾക്ക് ശേഷം ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ഇത്ര നാൾ നമ്മൾ ലാലേട്ടൻ ആസ് എ സ്റ്റാർ മിക്ക സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ലാലേട്ടൻ ആസ് എൻ ആക്ടർ, ലാലേട്ടൻ ആസ് എ കോമൺ മാൻ, ആസ് എ മാസ് ഹീറോ, ആസ് എ സ്റ്റാർ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവം ഇതിനകത്തുണ്ട്. കരുമൂർത്തി ചെയ്തു വെച്ചിരിക്കുന്നത് ഹാറ്റ്സ് ഓഫ്. കാരണം എല്ലാ രീതിയിലും ലാലേട്ടൻ നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിം ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ പടത്തിന്റെ ഒരു റേഞ്ചേ മാറും. സോ കരുമൂർത്തി സത്യം പറഞ്ഞാൽ ചെറിയ പടം എന്ന് പറഞ്ഞ് അവസാനം ഒരു 1.5 പടമാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും. ലാലേട്ടൻ ഫാൻസ് മാത്രമല്ല, ആസ് എ ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു നോർമൽ ഓഡിയൻസ് എല്ലാ രീതിയിലും പടം ആസ് കൊളുത്തിയിട്ടുണ്ട്. ഇതൊരു 1.5 തൂക്കാണ്. ആൻഡ് ലാലേട്ടൻ്റെ പഴയ ഒരു ചാം, എന്താ പറയുക, ഒരു എക്സ്പ്രഷൻസ് വൈസ്, തമാശ, ഇമോഷൻസ്, ആങ്കർ എല്ലാം നമുക്ക് അത് ക്ലോസ് ഷോട്ടിൽ നമുക്ക് ആ ഒരു ഫീല് ആ ട്രെയിലറിൽ സദയം പ്രൊഫസിന് അതൊക്കെ അടിപൊളിയാണ്. സോ കുറെ ശേഷം നമുക്ക് പുറത്തിറങ്ങി വന്നിട്ട് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, മോനെ പടം പൊളിച്ചു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആസ് എ ലാലേട്ടൻ സ്ലീപ്പർ ഫാൻ, ആസ് എ ലാലേട്ടൻ ഫാൻ ഹാപ്പി. പടം അടിപൊളിയാണ്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. അധികമായ ടിക്കറ്റ് ഇടാൻ വഴിയിട്ടാവില്ല. മറ്റൊരു ഇൻഡസ്ട്രിയിലാവട്ടെ. തുടരും എന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിത് ഇതുവരെ കാണാത്ത ഒരു പുതിയ കഥയാണെന്നോ ഒരു ഭയങ്കരമായ ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥയാണോ അങ്ങനെയല്ല ഈ സിനിമ വന്നിരിക്കുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ എന്ന ആക്ടർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് പറയുന്നുണ്ട് കൂടുതലും മോഹൻലാലിന്റെ മാസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഇമേജ്, സ്റ്റാർ വാല്യൂ യൂസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് കൂടുതൽ വരുന്നത്. ഇത് തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാലേട്ടൻ എന്ന ആക്ടർ ഒരു പ്രത്യേക സിറ്റുവേഷനിലിട്ടിട്ട് അദ്ദേഹം അതിൽ നിന്ന് എങ്ങനെയാണ് പെർഫോമൻസ് പുറത്തെടുക്കുന്നത് എന്ന് കാണിച്ച ഗംഭീരമായ പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. അത് ലാലേട്ടൻ ആരാധകരെയും മലയാള സിനിമ ആരാധകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ വന്നിരിക്കുന്നത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്നത്. അതുപോലെ ജേക്സ് ബിജോയുടെ BGM, ഒരു സിനിമ അത് ഇമോഷണൽ സ്ഥലത്ത് എന്ത് ചെയ്യണം അല്ലെങ്കിൽ മാസ സ്ഥലത്ത് അതിനെ എലിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുള്ള അതിഗംഭീരമായ സൗണ്ട് ഡിസൈനാണ് ഈ സിനിമയുടെ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ലാലേട്ടന്റെ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സിനിമയിൽ ഉണ്ടാക്കാൻ. എല്ലാത്തരം പ്രേക്ഷകരെയും ഇത് ഒരുപക്ഷെ ഒരു പുതിയ കഥ, വ്യത്യസ്തമായി ഇതുവരെ കാണാത്ത കഥ പ്രതീക്ഷിക്കുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. പക്ഷെ ഈ മോഹൻലാൽ എന്ന ആക്ടറുടെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒരുക്കി എന്ന രീതിയിൽ ഈ സിനിമ കണ്ടിട്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഒരു മലയാള സിനിമ ഫാൻ, ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ടാണ് തുടരും വന്നിരിക്കുന്നത്.